ഫയൽ ഇങ്ങോട്ട് മാറ്റി വെക്കാണേ. ഇല്ല പിന്നെ അതിന്റെ പേരിൽ എന്റെ തല കയറാൻ വരും. എന്റെ ഈശ്വരാ, എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ ഈ പണി മുഴുവൻ സാറിന് ചേച്ചി അടങ്ങത്തുള്ളൂ. അത് പിന്നെ ശരിയാക്കാം മോഹനട്ടാ. അതുകൊണ്ട് വെള്ളത്തിട്, കഴുകാനിട്. ഇപ്പൊ ഞാൻ ഈ കർട്ടനാണോ ആദ്യം വെള്ളത്തിലിടണ്ടേ? കർട്ടൻ ശരിയാക്കിട്ട് മതി അവിടെ തുടയ്ക്കുന്നത്. സൂക്ഷിച്ച്, കർട്ടൻ കയറും. പോ. ഇവരുടെ ഒരു കാര്യം. അത് തുണി മുക്കാൻ എത്ര നേരം വേണം? വേഗം വാ. ഇവിടെ ഇങ്ങനെ നോക്കിയോടെ നിൽക്കാതെ അത് തുടച്ചു നിർത്തൂടായിരുന്നു മോഹനട്ടാ. നീ തുടങ്ങി. ഇങ്ങനെ പറയാൻ നല്ല മിടുക്ക. സൂക്ഷിക്കണം, അത് ഒടിഞ്ഞു പോകും. പിന്നെ കട്ട നന്നായിട്ട് കുതിർത്തോ? വേണമെങ്കിൽ പോയി നോക്ക്. ഒരു ശ്രദ്ധയില്ല. അവിടെ നന്നായി പോണം. എന്തായത്? ഇങ്ങനെയാണോ പുസ്തകങ്ങൾ എടുത്തത്? വേഗം വാ, ഒന്ന് അടുക്ക്. അടിക്ക് വയ്ക്ക്. മാറിക്ക്. അല്ല, ഒന്ന് മാറാമോന്ന്. ഫയലുകളല്ല ഒരു സ്ഥലത്ത്, പുസ്തകം മറ്റൊരിടത്ത്. ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു അവിടെ കളഞ്ഞിട്ട് പോയി. പെട്ടെന്ന് വേണം. എന്താണ്? ഇവിടെ വരൂ. എന്താ? ചൂടില്ല. അതിന് ഞാനെന്ത് വേണം? ഓ, ചൂടായിക്കൊണ്ട് വാ. ചൂടില്ലാത്ത ചായ ഞാൻ എങ്ങനെ കുടിക്കും? കൈ കൊണ്ടെടുക്കുന്നത് ഒരു സാധനം സൂക്ഷിക്കില്ല. അവിടെ തറ കളഞ്ഞിട്ടങ്ങ് പോയി. പ്ലാനിങ് ഇല്ലാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ചായ. നീ എവിടെ പോന്നു? ആ ബുക്ക് ബാക്കി അടുക്കി വെക്കണ്ടേ? ഇതാദ്യം ചെയ്തു തീർക്ക്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കരുത് ഭാമേ. ഞാൻ ചെയ്തോളാം. ചെല്ല്. ആ ഭാഗം. ഇവിടെ. ചുമര് വൃത്തിയാക്കണ്ട. തടി. ആ ഫോൺ പോയി, ഞാൻ എടുത്തോളാം. ഞാൻ ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ഞാൻ പറഞ്ഞില്ലേ ശിശുപാല, 9:55 എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ എത്തിയിരിക്കും. മോഹനകൃഷ്ണനെ കൃത്യനിഷ്ഠ പഠിപ്പിക്കല്ലേ. മണി
മണി 9. അയ്യോ ഭാമേ, ഭാമേ, മണി എത്രയെന്നറിയാമോ? നോക്കണ്ട, 9 മണി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോണ്ടേ? കൃത്യം 9:38 എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിക്കോ. പക്ഷെ ഞാനിതൊരു കുളിച്ചിട്ടില്ല. ഇനി ഞാനിതെല്ലാം നിർത്തി സാറിനെ കുളിപ്പിച്ചു കൊടുത്തരണായിരിക്കും. കുളിക്കാൻ എനിക്കറിയാം. പക്ഷെ എന്ന് ഞാൻ കുളിക്കുന്നത് 8:15. ഇന്ന് 8:15 കുളിക്കേണ്ടത് ഞാൻ പറഞ്ഞോ? പക്ഷേ നിനക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് എന്റെ സമയം പോയത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ ശരിയായി ചെയ്തിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ നിന്റെ പിറകെ നടന്ന് അത് ചെയ് ഇത് ചെയ് എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഉണ്ടോ? നീ എന്റെ ഷർട്ട് മുണ്ട് തേച്ചോ? ഇല്ല. കാരണം ഞാനിപ്പോ വേറൊരു ജോലി ചെയ്യല്ലേ. ശരി, കാപ്പി ഉണ്ടാക്കിയോ? ഇല്ല. കാരണം കുളിച്ചിട്ട് അടുക്കളയിൽ കയറാവുന്ന മോഹനേട്ടനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്നുള്ള സത്യമാണ്. നീ എന്താ കുളിക്കാത്ത? അതെങ്ങനെ മോഹനേട്ടാ? മുറ്റം അടിച്ചിട്ടല്ലേ കുളിക്കാൻ പാടുള്ളൂ. മുറ്റം അടിച്ചോ? എങ്ങനെ? മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞു ആദ്യം വീടിനകമാണ് ശരിയാക്കേണ്ടതെന്ന്. പക്ഷെ ശരിയാക്കില്ലല്ലോ. അപ്പോഴല്ലേ മോഹനേട്ടൻ പറഞ്ഞത് ജനലും കർട്ടനും ഒക്കെയാണ് ആദ്യം വൃത്തിയാക്കേണ്ടതെന്ന്. ചുരുക്കത്തിൽ മണി 9 നീ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് 9:55 ഓഫീസിൽ എത്തണമെന്ന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം നീ എന്നെ താമസിപ്പിക്കാൻ നോക്കി. പക്ഷേ ഭാമേ, അങ്ങനെ ഒന്നും ഈ മോഹനേഷനെ തോപ്പിക്കാൻ പറ്റില്ല. മോഹനേട്ടാ, ചാടിക്കടിക്കില്ലെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഇതുവരെയും എല്ലാ ദിവസവും മോഹനേട്ടൻ രാവിലെ 9:38 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? അതാണ് മോഹനകൃഷ്ണന്റെ കൃത്യനിഷ്ഠ. പോകുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഞാൻ ഷർട്ടും മുണ്ടും തേച്ച് തന്നിട്ടില്ലേ? ഊവായിരിക്കുമല്ല, ഊവ്. രാവിലെ 9 മണിക്ക് മുന്നേ കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി തരാറുണ്ട് ഇല്ലേ? ആ, ഇതൊന്നും വില്ലേജ് ഓഫീസറുടെ പ്ലാനിങ്ങിനല്ല ഞാൻ ചെയ്തോണ്ടിരുന്നത്, ആണോ? ഇവിടുത്തെ വീട്ടുജോലിയും അടുക്കളപ്പണിയും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന 4 കൊല്ലവും വില്ലേജ് ഓഫീസറുടെ ഒരു കാര്യത്തിലും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. അപ്പോ വെറുതെ ഇരുന്ന് സുഖം പഠിച്ചു പോയ മോഹനേട്ടന് എന്നെ കുറ്റം പറയാൻ ഒരു കാരണം വേണം. അതിന് കണ്ടുപിടിച്ച വാക്കാണ് പ്ലാനിങ്. 4 കൊല്ലവും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മോഹനേട്ടന്റെ പ്ലാനിങ് വന്നപ്പോ പൊളിഞ്ഞുപോയി. ഇനി മോഹനേട്ടന്റെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇന്ന് ഉച്ചയായാലും മോഹനേട്ടൻ ഇവിടുന്ന് ഇറങ്ങില്ല. ഇപ്പോഴെങ്കിലും വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായോ ഇവിടുത്തെ കാര്യങ്ങൾ മോഹനേട്ടനെക്കാട്ടുള്ള നിശ്ചയം എനിക്കാണെന്ന്? അതനുസരിച്ച് അങ്ങ് ചുമ്മാ തിരുന്ന് തന്നാ പോരെ? എനിക്ക് ഓഫീസിൽ പോണം. ഓ, പൊക്കോ. ഷർട്ടും മുണ്ടും വേണം. കാപ്പി വേണ്ടേ? അപ്പോ കാപ്പി വേണം. അപ്പൊ സമ്മതിക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കാണ് നിശ്ചയമെന്ന്. സാറേ, സമ്മതിച്ചേ പറ്റൂ. സമ്മതിച്ചാ മാത്രം പോരാ, മേലിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ പ്ലാനിങ് എന്ന് പറഞ്ഞ് ഇടപെടാൻ വരാൻ പാടില്ല. ഇടപെടുവോന്ന്? എനിക്ക് വേഗമായി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഇടാനുള്ള ഷർട്ടും മുണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കും. അതും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വരുമ്പോഴേക്കും കഴിക്കാനുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. ഇതൊക്കെ അരമണിക്കൂർ നടക്കുമോ? അരമണിക്കൂർ ധാരാളമല്ലേ? അതാണ് സത്യഭാമയുടെ പ്ലാനിങ്. ആ പ്ലാനിങ്ങിലാണ് ഇത്രയും കൊല്ലം ഇവിടെ കാര്യങ്ങൾ നടന്നത്. ഇനി എന്താ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നേ? പോയി കുളിച്ചിട്ട് വാ. എന്താ? എന്നാലും തന്നെ സമ്മതിക്കണം. താങ്ക് യു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇത്രയും ജോലി ചെയ്യുന്നില്ലേ ഒരു ദിവസം? കുടുംബ ജീവിതത്തിൽ ആസൂത്രണത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ഇപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. മര്യാദയ്ക്ക് നടന്നിരുന്ന കാര്യങ്ങൾ പോലും പ്ലാൻ ചെയ്ത് കുളമാക്കിയത് കാണുമ്പോൾ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന പഴമൊഴി ആരെങ്കിലും ഓർത്താൽ കുറ്റം പറയാൻ പറ്റില്ല. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.